ഗാസയിലെയും ഉക്രൈനിലെയും യുദ്ധങ്ങൾ മനുഷ്യ മനസാക്ഷിയെ വിറങ്ങലിപ്പിച്ച് നിർത്തുമ്പോഴും തിരുവനന്തപുരം സ്വദേശിയായ ഒരു മലയാളി സേവനസന്നദ്ധനായി അപകടകരമായ ഈ അവസ്ഥയിലും സഹായഹസ്തവുമായി മുന്നോട്ട് വരുന്നത് മാധ്യമശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ശ്രീ എസ് സന്തോഷ് കുമാർ ഇപ്പോൾ ഗാസയിൽ ഐക്യരാഷ്ട്രസഭയുടെ സന്നദ്ധ സേവകരുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഉക്രൈനിലെ ശ്രമകരമായ സേവന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാണ് അദ്ദേഹം ഗാസയിലെത്തിയത്. മൂന്നാമത്തെ തവണയാണ് അദ്ദേഹം ഗാസയിൽ സേവനമനുഷ്ഠിക്കാൻ വേണ്ടി എത്തുന്നത്. കഴിഞ്ഞ മാസം അദ്ദേഹം ഗാസയിലെത്തിയപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ വാഹനവ്യൂഹങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുന്ന പട്ടിണിക്കൊലങ്ങളെയും പൊടിയിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യരൂപങ്ങളെയും മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതുകയുണ്ടായി. ഡോക്ടേഴ്സ് വിത്ത് ബോർഡേഴ്സ് പോലെയുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സേവന സംഘടനകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഡോക്ടർ സന്തോഷ് കുമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 20 വർഷം മുമ്പാണ് MBBS പാസ്സായത്. ഭക്ഷണക്ഷാമമുള്ള ഗാസയിൽ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ദയനീയമായ കാഴ്ചകളും ഭക്ഷണം വിതരണം ചെയ്യുന്ന അമേരിക്കൻ സന്നദ്ധ സംഘടന നിഷ്ഠൂരമായ രീതിയിൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ ലോറി ഓടിച്ച് എത്തുകയും വഴിക്ക് വെച്ച് ഭക്ഷണം കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നവരെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം വർണ്ണിക്കുന്നു. തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലെ ICUയിൽ പോലും ഇസ്രായേൽ ബോംബിടുകയുണ്ടായി. അതിനു പുറമെ ആശുപത്രിയുടെ ടെറസിൽ ഏതാനും വിദേശ പത്രപ്രവർത്തകർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ടെറസിലും ബോംബിടുകയും 3 പത്രപ്രവർത്തകർ മരിക്കുകയും ചെയ്ത സന്ദർഭവും വർണ്ണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഡോക്ടർ സന്തോഷ് കുമാർ ഗാസയിൽ ജോലി ചെയ്യുന്നത്. ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം ലഭിക്കുന്നുള്ളൂ, അതും ചോറും പരിപ്പ് കറിയും മാത്രമാണ്. ഇത്രയ്ക്ക് സാഹസികമായ രീതിയിലും പാവപ്പെട്ട സാധാരണക്കാരെ സഹായിക്കുവാൻ മുന്നോട്ട് വരുന്ന ഡോക്ടർ SS സന്തോഷ് കുമാർ മുഴുവൻ മലയാളികൾക്കും ഒരു അഭിമാനമായി മാറിയിരിക്കുന്നു. കുട്ടികളെ കൊണ്ട് ഈ പറഞ്ഞ സ്ത്രീകളെല്ലാം കൂടെ ഓടിപ്പിടിച്ചു വരും. തല ചെയ്തത് കുട്ടികളുമായി ഡെമോൺസ്ട്രേഷൻ കൈകാലം മുഴുവൻ പോയത് മിക്കവാറും എല്ലാവരും ഒരു മരിച്ചതായിരിക്കും. ഇവർക്കത് മരിച്ചതാണെന്ന് പറയാൻ പറ്റില്ല. 2-3 മണിക്കൂർ മുമ്പൊക്കെ ഓടിച്ചാടി നടന്നതല്ലേ. ഞാൻ അപ്പം അവനെ പിടിച്ചോണ്ട് വന്നതാന്ന് പറയും. ഒരു കുഴപ്പമില്ല, ചെറിയ പ്രശ്നമേ ഉള്ളൂ, ഡോക്ടർ ചികിത്സിക്കാൻ പറയും.